ഡിറ്റർമിനൻ്റ് എന്ന സെക്ഷൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ്, അതും ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. ഇങ്ങനൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ മെട്രിക്സ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ശരിക്കും മെട്രിക്സിൻ്റെ ഏറ്റവും വൈഡായിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഒരു വൈഡായിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 4-5 ഇക്വേഷൻസ് തന്നാൽ അല്ലെങ്കിൽ 10-15 ഇക്വേഷൻസ് തന്നാൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ മാനുവലി വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് മെട്രിക്സ് മെത്തേഡ്. എങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗിച്ച് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ഇക്വേഷനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണം. എന്നാലും നമുക്ക് മെട്രിക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 3 മെട്രിക്സുകളാണ് ഇവിടെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. ഒന്ന്, ആ ഇക്വേഷനിൻ്റെ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് ഒരു മെട്രിക്സ്, അതിന് എ എന്ന് കൊടുക്കും. വേരിയബിൾസ് മാത്രം ഉപയോഗിച്ച് ഒരു കോളം മെട്രിക്സ്, അതിന് എക്സ് എന്ന് കൊടുക്കും. കോൺസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് മെട്രിക്സ്, ദാറ്റ് ഇസ് ബി എന്ന് കൊടുക്കും, മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. ഇതിൽ എ എന്ന മെട്രിക്സിനെ കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആയതുകൊണ്ട്, ഫോം ചെയ്യുന്ന മെട്രിക്സ് ആയതുകൊണ്ട്, ദാറ്റ് ഇസ് മെട്രിക്സ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ മെട്രിക്സ്. എക്സ് അതൊരു കോളം മെട്രിക്സ് ആയിട്ടായിരിക്കും എടുക്കുക, എക്സ് വൈ സെറ്റ്. ആ മെട്രിക്സിനെ മെട്രിക്സ് ഓഫ് വേരിയബിൾസ്. ആൻഡ് ബി, ദാറ്റ് ഇസ് കോൺസ്റ്റൻസ് എല്ലാം കൂടി ഉപയോഗിച്ച് D1 D2 D3, ദാറ്റ് ഇസ് മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന തുടക്കത്തിൽ തന്നിരുന്ന ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ AX is equal to B എന്ന് എഴുതിയാൽ A1 B1 C1 കോഎഫിഷ്യൻസ് ഉണ്ട്, A2 B2 C2 A3 B3 C3. ദെൻ എക്സ് ആ വേരിയബിൾസിനെ കോളം മെട്രിക്സ് ആയിട്ട് വെച്ച്, ദാറ്റ് ഇസ് എക്സ് വൈ സെറ്റ്. ആൻഡ് ബി ദ കോളം മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്, ദാറ്റ്സ് D1 D2 D3. അപ്പോൾ ഏത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിലും അതിനെ ആദ്യം മെട്രിക്സ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്ത് ഈ ഫോമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു മെട്രിക്സ് ഇക്വേഷൻ എഴുതി വെച്ച്, മെട്രിക്സ് ഇക്വേഷനെ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിനെ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെ ലീനിയർ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് AX is equal to B എന്നുള്ള ഫോമിലായിരിക്കും വരിക. അവിടെ നമുക്ക് എക്സ് വേണം. ഈ എക്സ് കിട്ടാനാണ് ബീനെ ഇല്ലാതാക്കുക. ഫോർ ദാറ്റ് യു ക്യാൻ മൾട്ടിപ്ലൈ ബൈ A ഇൻവേഴ്സ്. പ്രീ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടത്തുക. ദാറ്റ് ഇസ് എക്സ് is equal to A ഇൻവേഴ്സ് ഇൻറ്റു B. ദാറ്റ് വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് വേണം എന്ന് ചുരുക്കാം. ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആകെ ഉള്ള ജോലി. ഒരു ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മെയിനായിട്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ കൂടി, ഇത്രയേ ഉള്ളൂ. ഇനി ചില കാര്യങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എല്ലായ്പ്പോഴും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആകണമെന്നില്ല. എല്ലാ ഇക്വേഷൻസിനെയും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസിന്റെ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, മീൻസ് എല്ലാ ഇക്വേഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസിന്റെ വാല്യൂസ് നിലനിൽക്കുമെങ്കിൽ, ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് എ കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് an inconsistent system of equations. അപ്പോൾ കൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പോയാൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സൊല്യൂഷൻ ഉണ്ട് എന്ന് മീനിങ്. സൊല്യൂഷൻ ഇല്ല എങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷ ചോദിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വന്നിട്ട് കൺസിസ്റ്റന്റ് ആണോ അതോ ഇൻകൺസിസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ മീനിങ് സൊല്യൂഷൻ ഉണ്ട്. ഇനി എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്, അതും നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ വിളിക്കും. ഞാൻ കാര്യം പറഞ്ഞത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഇക്വേഷൻസിനോട് നമ്മൾ എടുക്കുന്ന ഇവിടെ എല്ലാം നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. മീൻസ് നമ്മൾ നേരത്തെ കൺസിഡർ ഇക്വേഷൻസല്ലോ 2x + 3y = 5, അതൊരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ആണ്. 3x - y = 10, ദാറ്റ്സ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ആണ്. അത്തരം ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ മാട്രിക്സ് ഇക്വേഷൻ AX is equal to B ആണെങ്കിൽ ആ ഇക്വേഷന്, ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആകും എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മാട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ് A ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എന്ന് അറിയാലോ, ഒരു സെറ്റ് സൊല്യൂഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ.
ഇനി അപ്പോൾ അവിടെ കൺസിസ്റ്റന്റ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ സീറോ ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആയി. സപ്പോസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ സീറോ എന്നിരിക്കട്ടെ, അവിടെ രണ്ട് സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുക. ഒന്ന്, ഒരു സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോ അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി കാൽക്കുലേറ്റ് ചെയ്യുക. അഡ്ജോയിന്റ് ഓഫ് എ കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് മാട്രിക്സിന് അഡ്ജോയിന്റ് മാട്രിക്സ് കണ്ടെടുക്കുക, അതിനെ ബിയുമായി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു സീറോ ആണ് വരുന്നതെങ്കിൽ, സീറോ മെട്രിക്സ് ആണേ, നോട്ട് ഈക്വൽ ടു സീറോ മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ, സീറോ മെട്രിക്സ് അല്ല എങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ഉറപ്പായിട്ടും, നോ സൊല്യൂഷൻ. ആൻഡ് ഇഫ് അഡ്ജോയിന്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സീറോ വന്ന് സീറോ മെട്രിക്സ് വന്ന് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക, അതിന് ബിയുമായി മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടു സീറോ വന്നാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ബട്ട് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആൻഡ് യുണീക് സൊല്യൂഷൻ. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആകുമ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണ്, അത് ഏതാണെന്ന് നോക്കണം. കൺസിസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകാം. അഡ്ജോയിന്റ് ഓഫ് എ ബി ഈക്വൽ ടു സീറോ ആയാൽ കൺസിസ്റ്റന്റ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. യുണീക് സൊല്യൂഷൻ ആയിരിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ യുണീക് സൊല്യൂഷൻ ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ സീറോ തന്നെ ആയിരിക്കണം. അഡ്ജോയിന്റ് ഓഫ് എ ബി നോട്ട് ഈക്വൽ സീറോ ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ഉറപ്പായിട്ടും, നോ സൊല്യൂഷൻ. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നോക്കാം, എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഫസ്റ്റ് സിസ്റ്റം തന്നിട്ടുണ്ട്, അപ്പോൾ ആദ്യം അതിന്റെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റി, കൺസിസ്റ്റൻസി മാത്രം ചെക്ക് ചെയ്താൽ മതി. മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റി, ദാറ്റ്സ് 1 2 2 3 കോഎഫിഷ്യൻസ്, ദെൻ എക്സ് വൈ കോളം മെട്രിക്സ് 2 6 മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. എന്നിട്ട് അതിന്റെ താഴെ എ എക്സ് ഇസ് ഈക്വൽ ടു ബി, ഈ പറയുന്ന പോലെ എഴുതി വെച്ചാൽ നമുക്ക് സൗകര്യം ഉണ്ടാവും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സ്, എക്സ് രണ്ടാമത്തെ മെട്രിക്സ്, ബി മൂന്നാമത്തെ മെട്രിക്സ്. ഓക്കെ, ആ ഡിറ്റർമിനന്റ് ഓഫ് എ എടുക്കണം. വ്യത്യാസമൊന്നുമില്ല. 1 into 3 minus 2 into 2, that is 3 minus 4, that is minus not equal to 0. Therefore the system is constant, means it has solution. യുണീക് സൊല്യൂഷൻ വേണമെന്ന് ചോദിച്ചാൽ അതും പറയാം, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. രണ്ടാമത്തെ സിസ്റ്റം നോക്കാം, എക്സ് പ്ലസ് 3y is equal to 5, 2x plus 6y is equal to 8. മാട്രിക്സ് ഫോം എഴുതി, 1 3 2 6 xy 5 8. ഡിറ്റർമിനന്റ് ഓഫ് എ എടുത്തു, 6 minus 6 0 ആയി പോയി. സോ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. 2/2 മെട്രിക്സ് ആകുമ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ അറിയാലോ. അഡ്ജോയിന്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ബിയുമായി മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സീറോ മെട്രിക്സ് അല്ല വന്നിരിക്കുന്നത്, മനസ്സിലായി? സീറോ മെട്രിക്സ് അല്ല വന്നിരിക്കുന്നത്. Therefore the system is inconsistent, means no solution. അതല്ല, ഇത് സീറോ മെട്രിക്സ് ആണ് വന്നിരുന്നതെങ്കിൽ the system has solution but has infinite number of solutions. സോൾവ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു 2/2 മെട്രിക്സ് വരുന്നതിൽ രണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. ഇതൊന്നും വരുമ്പോൾ നമ്മൾ സാധാരണ എലിമിനേഷൻ മെത്തേഡ് ചെയ്തല്ലേ മാർക്ക് കിട്ടത്തില്ല. മെട്രിക്സ് മെത്തേഡ് തന്നെ ചെയ്യണം. യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി, മെട്രിക്സ് ഓഫ് വേരിയബിൾസ് എഴുതി, കോൺസ്റ്റൻസ് മെട്രിക്സ് എഴുതി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതി വെക്കുക. കാരണം എ എക്സ് ഇസ് ഈക്വൽ ബി എന്ന് എഴുതിയിരിക്കുകയല്ലേ. എക്സ് ഇസ് ഈക്വൽ എ ഇൻവേഴ്സ് ബി. ഡിറ്റർമിനന്റ് ഓഫ് എ ആദ്യം കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ 1 ഹിയർ. കാരണം 15 minus 14, that is 1. അഡ്ജെ വേണം, കാരണം എ ഇൻവേഴ്സ് വേണം. അഡ്ജെ ഇസ് ഈക്വൽ ടു 3 minus 2 minus 7 5, that is easily you can find. A inverse equal adj divided by determinant of a. Determinant of a ഒന്നായിരുന്നു, nothing to do. So A inverse is same as adjoint of A. Then x is equal to A inverse into B എന്ന് എഴുതുക. എക്സിന് പകരം എക്സ് വൈ, എ ഇൻവേഴ്സിന്റെ പ്ലേസിൽ അത്, ബിക്ക് പകരം ബി. മൾട്ടിപ്ലൈ ചെയ്യുക 2 minus 3, കാരണം 12 minus 15 അല്ലെ, 12 minus 10. So 12 minus 10, 12 minus 10 ആയപ്പോഴത്തെ 2. Then minus 7 to 4, 28. 23 minus 20, അപ്പോൾ minus 28 plus 25, that is minus 3. So x is equal to y is equal to minus 3. Corresponding elements equate ചെയ്താൽ മാത്രം മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഒരു 3/3 മെട്രിക്സ് എന്നിട്ട് പറയുന്നു ഫൈൻഡ് എ ഇൻവേഴ്സ്. എന്നിട്ട് യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ തരുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനകത്തുള്ള കോഎഫിഷ്യൻസ് ഉറപ്പായിട്ടും ഈ മെട്രിക്സിന് സെയിം ആയിരിക്കും. രണ്ട് ഭാഗമായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് തരിക. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. സോ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് എ ഇൻവേഴ്സ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് എ എടുക്കാൻ ബുദ്ധിമുട്ടില്ല, എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് -1. കോഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് കോഫാക്ടേഴ്സ് എന്ന് വളരെ ഈസി ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് അറിയാം, എഴുതി വെച്ചു. Then A inverse adjoint of A divided by determinant of A. Determinant of A -1 ആയതുകൊണ്ട് ഈസി ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. ആ കോഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക. A inverse ആയി. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ.
ഇത് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഈ ഇക്വേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഫോം എഴുതണം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെ ആയിരിക്കും അവിടെ വരിക. പിന്നെ എക്സ് എന്നുള്ളൊരു കോളം മെട്രിക്സ് വരും, ബി എന്നുള്ളൊരു കോളം മെട്രിക്സും വരും. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി, ദാറ്റ് ഇസ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടല്ലോ, ബി അവിടെ ഉണ്ടല്ലോ, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ കാണിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ. That implies x, y, z is equal to matrix 1, 2, 3. So x is equal to 1, y is equal to and z equal to 3. Nothing to do. വളരെ ഈസി ആണത്. മെത്തേഡ് അറിയാമെങ്കിൽ പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല അതിനകത്ത്. കോസ്റ്റ് ഓഫ് 4 kg ഓണിയൻ, 3 kg വീറ്റ് ആൻഡ് 3 kg വീറ്റ് ആൻഡ് 2 kg റൈസ് ഈസ് ₹60. അതുപോലെ ഓരോ സെറ്റ് തന്നിട്ടുണ്ട്. എന്ന് ചോദിച്ചാൽ ഓരോന്നിനും കോസ്റ്റ് എത്ര, ടോട്ടൽ കോസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേ എക്സ് വൈ ഇസഡ് ഓരോ കിലോഗ്രാമിന്റെയും ഈ സാധനങ്ങളുടെ വിലയായിട്ട് അസ്യൂം ചെയ്യാം. സോ ബൈ ദ ഗിവൺ ഡേറ്റ 4x plus 3y plus 2z equal to 60, 2x plus 3y plus 6z equal to 90, 6x plus 2y plus 3z equal to 70. ഈ ഫോമില തരിക. ഇങ്ങനെ ഇക്വേഷൻസും ഒരു കാര്യം ശ്രദ്ധിക്കണേ, ക്യാൻസലേഷൻ നടത്തണ്ട, അതുപോലെ കിട്ടേക്കണം. അതായിരിക്കും നല്ലത്. കാരണം അതുപോലെ വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈസി. സിംപ്ലിഫിക്കേഷൻ എടുത്താൽ പിന്നെ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും വരുത്തണ്ട. സിംപ്ലിഫൈ ചെയ്താലും കിട്ടും കേട്ടോ, എല്ലാം തെറ്റൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള വാല്യൂസ് ഇവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റാൻ പോകണ്ട. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഓക്കെ, ഈ ഇക്വേഷൻ മെട്രിക്സ് മെത്തേഡിലാണ് സോൾവ് ചെയ്യേണ്ടത്. മെട്രിക്സ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി വെച്ചു, മെട്രിക്സ് ഓഫ് വേരിയബിൾസ് എഴുതി വെച്ചു, ബി എഴുതിയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ പ്രൊസീജിയർ, ഞാൻ വേറെ ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി ആയി. ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 50. കോഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ നോ പ്രോബ്ലം, യു ക്യാൻ ഈസിലി റൈറ്റ്. സോ അഡ്ജ് എഴുതി വെച്ചു, എ ഇൻവേഴ്സ് എഴുതി വെച്ചു. ആ 1/50 തൽക്കാലം വെളിയിൽ കിടക്കട്ടെ, അകത്തുകൊണ്ട് പോകരുത്. 1/50 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എഴുതി വെച്ചു. ഓക്കെ, ദെൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/50, 250, 400, 400. സോ ഈക്വൽ ടു 588, 50 കൊണ്ട് മൾട്ടിപ്ലൈ ആൽ equating x is equal to 5, y is equal to 8 and z equal to 8. Therefore, the cost per kilogram of onion is ₹5. Cost of wheat ₹8 and cost of rice is ₹8. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്ത മെത്തേഡ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് ആക്കുക. ഇക്വേഷൻസ് ആയി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ശരിക്കും 3 ഹോംവർക്ക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഹോംവർക്ക് 3 എണ്ണമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ അറിയാം, ഡിറ്റർമിനന്റ് എടുത്താൽ മതി. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ മാത്രം അഡ്ജോയിന്റ് മെട്രിക്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അഡ്ജോയിന്റ് ഓഫ് എ ബി എടുക്കേണ്ടി വരും ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ. ഇനി മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ ഒരു 2/2 തന്നിട്ടുണ്ട്, 3/3 വരുന്നതും തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാം, ചെയ്ത് വെക്കാം. ഓക്കെ, റൈറ്റ്.